ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദ വി കെ സാറിൻ്റെ യഥാർത്ഥ സ്വരൂപം വീട്ടിൽ വന്ന് എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറി നമ്മുടെ നന്ദ. അങ്ങനെ നന്ദ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി ആ വീട്ടിൽ ശരിക്കും നിറഞ്ഞാടുന്നത് കണ്ട് കലിപ്പ് കയറിയിരിക്കുകയാണ് പിങ്കി. നമ്മുടെ ഗൗതവുമായി വന്ന് സംസാരിച്ച് അയാളുടെ യഥാർത്ഥ സ്വഭാവം ഇന്നതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയെല്ലാം ഓക്കെ ആക്കുന്ന സമയത്ത് അതൊന്നും അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൗതത്തിന്. പ്രിയ വിവാഹത്തിന് സമ്മതിച്ചു എന്നുള്ള കാര്യം. അപ്പം എന്നെ സാറ് വിശ്വസിക്കേണ്ട, അമ്മയെ വിശ്വാസമാണല്ലോ. അമ്മയുടെ മുന്നിൽ വെച്ചാ പ്രിയേച്ചി ആ കാര്യം പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. നന്ദ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണ്, അമ്മ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് 100 വട്ടം ശരിയാണെന്നുള്ള കാര്യം ഗൗതത്തിന് അറിയാം. പക്ഷേ നന്ദ കള്ളം പറയുന്നതാണെന്ന് നന്ദയ്ക്ക് മുന്നിൽ നിന്ന് പറയാനായിട്ട് ഗൗതത്തിന് കഴിയില്ലല്ലോ. അപ്പോൾ ഗൗതം പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ്, എനിക്കങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഗൗതം സാർ ഇനി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമ്മളെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ നമ്മുടെ പ്രിയേച്ചിയുടെ വിവാഹം നടത്തുമെന്നും വളരെ ആർഭാടപരമായിട്ട് തന്നെ അത് നടത്തുമെന്നും എന്തിനും ഏതിനും ഗൗതം സാറിൻ്റെ കൂടെ ഈ ഞാനുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഗൗതത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക നന്ദ. അപ്പോഴേക്കും നന്ദ അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തായാലും നീ അങ്ങനെയൊക്കെ എടുത്തു ചാടി പോയതുകൊണ്ട് വസന്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. എല്ലാവരും കുറ്റപ്പെടുത്തിയ നാവുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റി. പിന്നെ നീ ആ പോയത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു പോയതിനൊക്കെ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞപ്പോഴേക്കും നന്ദ ചെന്ന് ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് കിടന്നു. ഗൗതം സാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ച്. ഗൗതം സാർ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഒരാളാണോ ഗൗതം സാർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു, വളരെ സന്തോഷത്തോടു കൂടി. അങ്ങനെ അവർക്കിടയിലുള്ള ആ ഒരു ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും അതെല്ലാം മാറി ഒരു ചെറിയ ഇഷ്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നു. അങ്ങനെ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രിയയാണ്. പ്രിയ ആണെങ്കിൽ റൂമിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. പ്രിയ ഭയങ്കര കരച്ചില്ല. പ്രിയയ്ക്ക് ഇതുവരെ തന്നെ മാനസിക നില നേരെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രിയ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആകെ അവശ നിലയിൽ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു. ഈ സമയത്ത് പിങ്കി റൂമിൽ ചെന്നിരുന്ന ആലോചന എങ്ങനെ ഇനിയിപ്പോൾ അവളെ തകർക്കും, എങ്ങനെയാണ് അവൾക്ക് എതിരായിട്ടുള്ള പരിപാടികൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും വസന്തിനെ കാണണം, വസന്തിനെ കണ്ട് വസന്തുമായി സംസാരിച്ച് ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ളത്. അപ്പോൾ നന്ദയെ അവിടെയും ശത്രുവാക്കുക, ഇവിടെ പ്രിയയ്ക്ക് മുന്നിലും ശത്രുവാക്കുക, ഇതാണ് നമ്മുടെ പിങ്കിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ അവിടേക്ക് ചെന്നത്. എന്തായാലും നന്ദയ്ക്കെതിരായിട്ട് പിങ്കി പോയി. അങ്ങനെ പിങ്കി പോകാൻ തീരുമാനിച്ചുറപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ നന്ദ അങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ നന്ദയോട് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. നന്ദയെ അത്രയും നേരം അടുപ്പിക്കാതിരുന്നവരൊക്കെയാണ് നന്ദയെ പിടിച്ചിപ്പോൾ കൂടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഈ ഒരു കാര്യത്തെപ്പറ്റി, പ്രിയയുടെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോഴേക്കും നമ്മുടെ നന്ദ വന്നു. നന്ദ വന്നിട്ട് പറഞ്ഞു, അതെ പ്രിയേച്ചിക്ക് ഇപ്പോഴാണ് വസന്ത് എന്ന് പറയുന്ന ചതിയൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലായത്. ആ മനസ്സിലായ സമയത്ത് ആ ഗ്യാപ്പിൽ നമുക്ക് ഈ വിവാഹം നടത്തണം, ഈ വിവാഹം നടത്താൻ പ്രിയേച്ചി സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആർക്കും വിശ്വസിക്കാനായില്ല. കാരണം പ്രിയ അത് സമ്മതിക്കുമോ എന്നുള്ളത് ഒരിതാണ്. അപ്പോൾ എന്നോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അമ്മയോട് ചോദിച്ചു നോക്കുക, അമ്മ കറക്റ്റ് പറയുമെന്ന് പറഞ്ഞപ്പോൾ അതെ പ്രിയമോള് പകുതി സമ്മതം മൂളിയിട്ടുണ്ട് ഈ കല്യാണത്തിന് എന്ന് പറയുമ്പോൾ ആ പകുതി സമ്മതം നമ്മളത് മുഴുവൻ സമ്മതമാക്കും, എല്ലാവരും ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. എന്തായാലും ഇനിയും ഇങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തീർച്ചയായും നമ്മൾ ഈ വിവാഹം നടത്തണം. അങ്ങനെ വേണം ആ വസന്ത് എന്ന് പറയുന്ന വ്യക്തിയോടും നമ്മൾ പകരം വീട്ടാനായിട്ട്. നമ്മുടെ കുടുംബത്തിനോടും നമ്മുടെ പ്രിയേച്ചിയോടും ചെയ്ത ക്രൂരതകൾക്ക് അയാൾക്ക് ഇങ്ങനെയും മറുപടി കൊടുക്കാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞപ്പം അതെ നന്ദ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നും ഈ ഒരു വിവാഹം അയാളോട് പകരം വീട്ടാനുള്ളൊരു ആയുധമായിട്ടാണ് താൻ കാണുന്നത്, താൻ ആ ഒരു വാശിയിലും ആ ഒരു സ്പിരിറ്റിലുമാണ് ഈ ഒരു വിവാഹത്തെ എടുത്തിരിക്കുന്നത് എന്ന് നമ്മുടെ ഗൗതവും എല്ലാവർക്കും കേൾക്കുന്നെന്ന് പറയാം. അപ്പം നന്ദയും ഗൗതവും ഇപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതായതുകൊണ്ട് പിങ്കിക്ക് അന്നേരത്തേക്ക് കുശുമ്പും അസൂയയും കയറി. അപ്പോൾ എന്താണ് ഇന്ത്യവരംകാരുടെ തീരുമാനം എന്നുള്ള കാര്യം 100% നമ്മുടെ പിങ്കി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും നന്ദയെ ഇങ്ങനെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ താൻ കറിവേപ്പിലയാകുമെന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിങ്കി എന്ത് ചെയ്തു, തപ്പിത്തേടി വസന്തിൻ്റെ വീട് തേടി പോവുകയാണ്. അതിനുശേഷം നമ്മുടെ നന്ദയെ എല്ലാവരും അങ്ങോട്ട് വാനോളം പുകഴ്ത്തുന്നു. അതുപോലെ തന്നെ നന്ദമോള് പോയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, എല്ലാവരും ദേഷ്യപ്പെട്ടു. പക്ഷേ നന്ദമോള് പോയതുകൊണ്ടാണല്ലോ അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ പ്രിയമോളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റിയത്. എന്തായാലും നന്ദമോള് ചെയ്തൊരു വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പിന്നെ ഇവർ നന്ദയെ അങ്ങോട്ട് പുകഴ്ത്താനൊക്കെ ആയിട്ട് അങ്ങ് തുടങ്ങി. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ നടക്കുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ വസന്തിനെ കണ്ടേ പറ്റുമെന്നും നന്ദയ്ക്കിട്ടുള്ള
പണി വസന്തിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണമെന്നും ഇന്ദീവരംകാരെ ഒന്ന് തകർക്കണമെന്നും പിങ്കി വിചാരിക്കണം. അങ്ങനെ പിങ്കി നേരെ പോകുന്നത് വസന്തിൻ്റെ വീട് തേടി വസന്തിൻ്റെ വീട്ടിൽ ചെന്നു. വസന്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദ കണ്ട പെണ്ണ് ആ വീട്ടിലുണ്ട്. അങ്ങനെ വസന്തിനെ കണ്ടപ്പോഴേക്കും വസന്തിൻ്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അങ്ങനെ ഇറങ്ങി വന്നു വസന്ത് ഇറങ്ങി വന്നപ്പോൾ വസന്ത് സാറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതുവരെ നന്ദ ആരായിരുന്നെന്നോ അല്ലെങ്കിൽ നന്ദ എന്തായിരുന്നെന്നോ ഒന്നും വസന്തിന് അറിയില്ലായിരുന്നു. ഈ സമയത്ത് ഞാൻ ഇന്ദീവരം കുടുംബത്തിലാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വസന്ത് ഒരു നേരത്തേക്ക് ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം ആ വീട്ടുപേര് അത് കേട്ടിട്ട്. അപ്പം ഞാൻ മാത്രമല്ല, സാറിൻ്റെ സ്റ്റുഡൻ്റായ നന്ദയും ആ കുടുംബത്തിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അത് വലിയൊരു ഞെട്ടൽ, വേറൊരു ഞെട്ടലായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ പ്രിയയുടെ ആ ഒരു ഇതറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഞെട്ടലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദ സാറിനെ ശരിക്കും ചതിക്കുകയായിരുന്നു എന്നും സാറിനോട് അവൾ ഇന്ദീവരത്തിലാണെന്ന് ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള സ്ത്രീ ഇറങ്ങി വന്നേ. അപ്പോൾ ഒരിക്കലും അവൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യം സാർ ഇല്ലയെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ സാറിനെ അവൾ ശരിക്കും ടാർഗറ്റ് ചെയ്യുകയായിരുന്നു എന്നും അങ്ങനെ സാറ് പോലും അറിയാതെ സാറിനെ അവൾ ചതിക്കുകയായിരുന്നു എന്നും സാറിൻ്റെ കൂടെ നിന്നുകൊണ്ട് സാറിനെ കുറിച്ച് ഒരപവാദങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുകയായിരുന്നു. അവൾ വീട്ടിൽ ചെന്ന് എല്ലാവർക്കും മുന്നിൽ എന്നിട്ട് അത് അവതരിപ്പിക്കുകയായിരുന്നു. അവൾ അങ്ങനെയായിരുന്നു, അവൾ ഇങ്ങനെയായിരുന്നു, സാറിനെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സാറിൻ്റെ ശത്രുവായിട്ടല്ല, സാറിനൊരു വെൽവിഷറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും സാറൊരു ചതിയനാണെന്നോ അല്ലെങ്കിൽ മോശപ്പെട്ട മനുഷ്യനാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സാറിൻ്റെ കൂടെ നിന്ന് സാറിനെ ചീത്തയാക്കി അല്ലെങ്കിൽ സാറിൻ്റെ നെഗറ്റീവ് പോയിന്റുകളെല്ലാം എടുത്ത് അവൾ അതെല്ലാം വീട്ടിൽ വന്ന് അവതരിപ്പിച്ച് സാറിനോടുള്ള ഇന്ദീവരംകാരുടെ പകയും വിദ്വേഷവും ദേഷ്യവും ഒക്കെ 10 ഇരട്ടി കൂട്ടിയാണ് വെച്ചിരിക്കുന്നതെന്നും അവർക്കെല്ലാവർക്കും ഇപ്പം സാറിനോട് ഇരട്ടി വെറുപ്പാണെന്നും പ്രത്യേകിച്ച് പ്രിയേച്ചിക്ക് സാറിനോടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടു. അതൊക്കെ നന്ദ കാരണമാണ്. നന്ദ ചെന്ന് സാറ് അങ്ങനെയാണ്, സാർ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയേച്ചി ഇപ്പം മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സാർ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. സാറ് പ്രിയേച്ചിയെ കാണണം. പ്രിയേച്ചിയെ കണ്ട് സാറിൻ്റെ നിരപരാധിത്വം സാറ് വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്തിയാൽ മാത്രമേ പ്രിയേച്ചിക്ക് സത്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. സാറും പ്രിയേച്ചിയും തമ്മിൽ വീണ്ടും സമാഗമിക്കുന്ന ആ ഒരു ഇതിലൂടെ മാത്രമേ ഇന്ദീവരംകാരോട് പകരം വീട്ടാനും അല്ലെങ്കിൽ ആ കുടുംബത്തിനൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് സാറിനെ കൊണ്ട് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. സാർ ഇനി ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ അമാന്തിക്കരുത്. കാരണം സാർ അമാന്തിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും സാറിന് പ്രിയേച്ചിയെ തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ സാർ അതങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടെ നിൽക്കുന്ന പെണ്ണ് ഇതെല്ലാം കേൾക്കുക. അപ്പോൾ ഈ പെണ്ണ് ആരാണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പിങ്കിക്കും അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിൽ പോലും സാർ അത് തൽക്കാലത്തേക്ക് വിശ്വസിച്ചിട്ടില്ല. കാരണം ഇതിപ്പോൾ എത്രത്തോളം സത്യമാണെന്നോ അല്ലെങ്കിൽ ഈ പിങ്കിയെ സാറിന് മുൻപരിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നന്ദയെ കുറ്റം പറഞ്ഞ് വസന്തനെ വശീകരിക്കാൻ ചെന്ന പിങ്കിയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ആട്ടി ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിലും പിങ്കി പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് അങ്ങനെ പിങ്കി അവിടെ നിന്ന് ഇറക്കി വിടാൻ അദ്ദേഹം തയ്യാറാകുന്നു. അപ്പം ഞാൻ വന്നത് സാറിന് നന്മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ സാറിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ നഷ്ടങ്ങളൊന്നും മറ്റാരും നോക്കേണ്ട കാര്യമില്ലെന്നൊക്കെ അദ്ദേഹം പറയുക. അപ്പോൾ അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളും പിന്നെ ആ കുട്ടിയെ കണ്ടു, അതുപോലെ സ്ത്രീയെ കണ്ടു, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിങ്കിക്ക് മനസ്സിലായി ഇയാളൊരു ചതിയൻ തന്നെയാണ്. ഇയാൾക്ക് വേറെ കുട്ടിയും കുടുംബവും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ദീവരംകാരോട് പകരം വീട്ടാൻ അല്ലെങ്കിൽ നന്ദയെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയയുടെ ജീവിതം വലിയേടാക്കി കളിക്കാനായിട്ട് ഈ പറയുന്ന പിങ്കി തയ്യാറെടുക്കുന്നത്. അതിപ്പോൾ പിങ്കിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമുള്ള കാര്യമല്ലല്ലോ. പ്രിയയുടെ ജീവിതം നശിച്ചാലും നന്നായാലും ഒന്നും പിങ്കിക്ക് യാതൊരു പ്രശ്നമില്ലാത്ത കാര്യം. നശിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇയാളെ പറഞ്ഞ് ചൂട് പിടിപ്പിച്ചിട്ട് ഇയാളെ ഇറക്കി വിട്ടതിൻ്റെയും കൂടെ കലിപ്പും കൂടെ തീർത്തിട്ട് അവിടെ നിന്ന് പിങ്കി ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നു. അങ്ങനെ പിങ്കി, എടി നന്ദേ, നിന്നെ ഞാൻ ഒരിടത്തും വിജയിക്കാൻ സമ്മതിക്കില്ല, നിനക്കെട്ടുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം അയാളൊന്നും പറഞ്ഞില്ലെങ്കിലും അയാൾ അത് ചിന്തിച്ച് നിനക്കെട്ടുള്ള പണി കോളേജിലും ഇവിടെയും വന്ന് തരും, ഇന്ദീവരംകാരുടെ സ്വസ്ഥത നശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് പിങ്കി ഇങ്ങനെ പടിയിറങ്ങി പോരുന്നു. അങ്ങനെ ആ ഒരു കാര്യം അവിടെ സംഭവിച്ചു. പിന്നെ നമ്മുടെ VK സാറിന് ആകെ ടെൻഷനായി. ആ പെണ്ണ് വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെ പറ്റി ഓർത്തിട്ട് അതൊക്കെ ഒരു 100% ശരിയായിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിന് ഇന്ദീവരത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ പ്രിയയെ കാണണം, പ്രിയയെ കണ്ട് തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളും കാര്യങ്ങളുമാണ്. അങ്ങനെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൂടെയുള്ള സ്ത്രീയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാർ ചോദിച്ചു, സാർ അങ്ങോട്ടേക്ക് പോകണോ? സാർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷയമാവില്ലേ, അത് പ്രശ്നമാവില്ലേ? അപ്പോൾ സാർ അങ്ങോട്ട് പോയാൽ പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതെന്തായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നേ. അങ്ങനെ ഈ ഒരു പരിപാടികളെല്ലാം കഴിഞ്ഞ് പിങ്കി ഇന്ദീവരത്തിൽ ചെന്നപ്പോഴും നന്ദയെ എല്ലാവരും സ്നേഹം കൊണ്ട് പൊതിയുന്നതാണ് കാണുന്നത്. ഇത് കാണുന്തോറും
തല പെരുത്തു വരുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക്. അപ്പോൾ ഇങ്ങനെ നന്ദയുടെ ആ ഒരു കാര്യങ്ങളും അതുപോലെ ഇതെല്ലാം മറിഞ്ഞു നിന്ന് ഒളിഞ്ഞു നിന്നൊക്കെ കണ്ടിട്ട് നീ അധിക കാലമൊന്നും ഇവിടെ കിടന്ന് വിളയില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരിതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയയുടെ നാവിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഇത് കേൾക്കണം. പ്രിയ വിവാഹത്തിന് സമ്മതിച്ചു എന്നുള്ളത്. അപ്പം നന്ദ തന്നെ ചെന്ന് പ്രിയയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ലക്ഷ്മി പറഞ്ഞു. അങ്ങനെ നന്ദ പ്രിയയെ വിളിക്കാൻ റൂമിലേക്ക് ചെന്നു. അപ്പോൾ പ്രിയ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നവരാ കണ്ടത്. അപ്പോൾ പ്രിയയെ വിളിച്ച് ഇങ്ങ് കൊണ്ടുവരിക. പ്രിയ ചിങ്ങ് വാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുന്നു. അപ്പം ഞാൻ വരുന്നില്ല നന്ദ എന്ന് 1000 വട്ടം പ്രിയ പറയുന്നുണ്ട്. പക്ഷെ നന്ദ പിടിച്ച് വലിച്ച് ഇവരുടെ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരുവാണ് പ്രിയച്ചി വന്നേ പറ്റുള്ളൂ, വാ പ്രിയച്ചി ഒന്ന് വാ പ്രിയച്ചി വന്നാലേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രിയയുടെ നാവിൽ നിന്ന് തന്നെ പ്രിയയ്ക്ക് ഈ പുതിയ വിവാഹത്തിന് താല്പര്യമാണെന്നുള്ളത് ഇന്ത്യവരങ്കാർ മുഴുവൻ കേൾപ്പിക്കാനും നന്ദ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവിടെ നന്ദയ്ക്കിട്ടുള്ള പരിണിയുമായിട്ട് നമ്മുടെ പിങ്കി അവിടെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നു. അങ്ങനെ മൊത്തത്തിൽ കുളം കലക്കായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക്